230ഓളം ചിത്രങ്ങളിലെ 600-ലധികം ഗാനങ്ങൾ, 300-ലധികം സിനിമകളുടെ പശ്ചാത്തല സംഗീതം, പശ്ചാത്തല സംഗീതത്തിനും സംഗീതത്തിനുമായി 2 ദേശീയ പുരസ്കാരങ്ങൾ, 3 സംസ്ഥാന പുരസ്കാരങ്ങൾ. തൃശൂരിലെ ചർച്ച് കൊയറുകളിൽ നിന്നാണ് ആ കൗമാരക്കാരന്റെ പ്രതിഭയ്ക്ക് ആദ്യം കയ്യടി ലഭിച്ചത്. 10ഓളം സംഗീത ഉപകരണങ്ങൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്ന ആ 15-കാരൻ പയ്യൻ, അവനും അവന്റെ കൂട്ടുകാരും ചേർന്ന് വോയിസ് ഓഫ് തൃശൂർ എന്ന പേരിൽ പിന്നീട് ഒരു മ്യൂസിക് ട്രൂപ്പ് ഉണ്ടാക്കി. ഒരിക്കൽ ഈ മ്യൂസിക് ട്രൂപ്പിൽ പാടാനെത്തിയ ഭാവഗായകൻ പി ജയചന്ദ്രൻ ആ ചെറുപ്പക്കാരനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയത് മദ്രാസിയിലെ ദേവരാജ സന്നിധിയിൽ. ആ പയ്യനെ പരിചയപ്പെട്ട ദേവരാജൻ മാസ്റ്റർക്ക് മനസ്സിലായി, ഈ പയ്യനിലൂടെ മലയാള സിനിമയിലേക്ക് തനിക്ക് ശേഷം സംഗീതത്തിന്റെ പുതിയ ഒരു യുഗം പിറക്കുമെന്ന്. 1975 മുതൽ 2011 വരെയുള്ള കാലയളവിൽ മലയാള ചലച്ചിത്ര സംഗീതത്തിൽ ഒരു സുവർണ അധ്യായം എഴുതിവെച്ച മഹാപ്രതിഭ, ഏതോ ജന്മകൽപ്പനയിൽ ഭൂമിയിലേക്ക് വന്ന് പൊന്നുരുകും പാട്ടുപൂക്കാലങ്ങൾ സമ്മാനിച്ച് ദേവാങ്കണങ്ങളിലേക്ക് മടങ്ങിപ്പോയ ഒരാൾ. ഓർമ്മയിലെന്നും പ്രിയപ്പെട്ട ജോൺസൺ മാഷ്. ലളിതസുന്ദരമായ ആഖ്യാന ശൈലി, മലയാളിയോട് ഇത്രമേൽ ചേർന്ന് നിൽക്കുന്ന, മലയാളികൾക്ക് ഏറ്റവും പരിചിതമായ ഭൂമികയിൽ നിന്നുള്ള ഒരുപാട് വ്യക്തികളെ അബ്രപാളിയിലേക്ക് കൈപിടിച്ച് നടത്തിക്കൊണ്ടുവന്ന മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ജോൺസൺ മാഷോടൊപ്പം ഒരുപാട് മികച്ച ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച മലയാളികളുടെ അഭിമാനമായി മാറിയ സംവിധായകൻ. ഓർമ്മയിലെന്നും ജോൺസൺ മാഷ് എന്ന ഈ പരമ്പരയിലേക്ക് ആദ്യം സ്വാഗതം ചെയ്യുന്നു സ്നേഹപൂർവ്വം, ബഹുമാനപൂർവ്വം പ്രിയപ്പെട്ട സത്യൻ അന്തിക്കാട് സാർ. സ്വാഗതം ഓർമ്മയിലെന്നും എന്ന ഈ പരമ്പരയിലേക്ക്. സത്യൻ അന്തിക്കാട് സാറിന്റെ ഒരു ടെലിവിഷൻ പരിപാടിയിലെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ അമൂല്യമായ ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്, ജോൺസൺ മാഷ് എന്ന പ്രതിഭയോടുള്ള വലിയൊരു ആദരവിന്റെ കൂടെ, അല്ലെങ്കിൽ ആ സൗഹൃദത്തിന്റെ കൂടെ ഒരു ബാക്കി പത്രമായാണ് സത്യൻ സാർ ഏറ്റവും പുതിയ ചലച്ചിത്രത്തിന്റെ തിരക്കുകളിൽ നിന്നും ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ കൂടുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം സാറിന്. സന്തോഷം. 28 ചിത്രങ്ങളാണ് ജോൺസൺ മാഷുമായിട്ട് സത്യൻ സാറിനുള്ളത്. അതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഒരുപാടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. 28 ചിത്രങ്ങളിൽ ജോൺസൺ മാഷ് സത്യനന്ദി സാറിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആദ്യം വന്നത് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പൊ അന്ന് കുടുംബപുരാണം എന്ന് പറയുന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കാൻ ജോൺസൺ മാഷ് വരിക എന്ന് പറയുമ്പോൾ ചിത്രത്തിന്റെ സംഗീത സംവിധാനം മോഹൻ സിത്താര സാറാണ്. അദ്ദേഹം താരതമ്യേന ജോൺസൺ മാഷേക്കാളും ജൂനിയറാണ്. അപ്പൊ സിനിമയിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു ജൂനിയർ സീനിയർ ഓരോരുത്തരും നിൽക്കുന്ന ഒരു സ്ഥാനത്തിന്റെ അളവ് പോലൊക്കെ വെച്ച് പലരും വേണമെങ്കിൽ വിസമ്മതിക്കാം, നീ വേറൊരാൾ സംഗീതം ചെയ്ത പടത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കാൻ ഞാൻ വരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാം. എങ്ങനെയാണ് അന്ന് ആദ്യമായി ജോൺസൺ മാസ്റ്ററെ പശ്ചാത്തല സംഗീതത്തിലേക്ക് എത്തിയത്? അതിന്റെ ഒരു തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു? ജോൺസൺ അതിനു മുമ്പ് തന്നെ എനിക്ക് വളരെ പരിചയമുണ്ട്. കാര്യം A.T. ഉമ്മർ മ്യൂസിക് ചെയ്യുമ്പോഴേക്കേ, A.T. ഉമ്മർ, അർജുന മാഷ് ഒക്കെ മ്യൂസിക് ചെയ്യുമ്പോൾ പല സിനിമകൾക്കും കണ്ടക്ട് ചെയ്തിരുന്നത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരുന്നതൊക്കെ ജോൺസനായിരുന്നു. അപ്പോൾ അന്നോട്ട് ജോൺസനും ഞാനും തമ്മിൽ നല്ല അടുപ്പമുണ്ട്. അപ്പോൾ അന്ന് മോഹൻ സിത്താരയുടെ 1 മുതൽ 0 വരെ എന്നുള്ള സിനിമയിലെ പാട്ടുകൾ കേട്ടപ്പോൾ മോഹൻ സിത്താരയെ കൊണ്ട് മ്യൂസിക് ചെയ്യിപ്പിക്കാൻ തീരുമാനിക്കുകയും, എൻ്റെ റീ റെക്കോർഡിങ് സമയം വന്നപ്പോൾ ജോൺസൺ ഓൾറെഡി എൻ്റെ സുഹൃത്താണ്. നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന വെച്ചാൽ A.T. ഉമ്മറിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. എങ്കിലും ജോൺസനെ മ്യൂസിക് ചെയ്യാനായിട്ട്, റീ റെക്കോർഡിങ് ചെയ്യാനായിട്ട് വിളിക്കുകയാണ് ചെയ്തത്. ജോൺസൺ ഒരു ബുദ്ധിമുട്ടില്ലാതെ വന്നു. ഒന്നുമില്ല, ഈ വക യാതൊരു പ്രശ്നങ്ങളും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ സാധാരണഗതിയിൽ ഒരു മ്യൂസിക് ഡയറക്ടർ വേറെയാണെങ്കിൽ പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന ആളുകൾ പലപ്പോഴും ഈ മ്യൂസിക് ഡയറക്ടറെ പാട്ടുകൾ പശ്ചാത്തല സംഗീതത്തിൽ യൂസ് ചെയ്യാനായിട്ട് ചില മടിയുള്ളവരുണ്ടാവും. നമ്മൾ നോക്കുക, അമരം മ്യൂസിക് ചെയ്തിരിക്കുന്ന രവീന്ദ്രനാണ്. അതിൽ രവീന്ദ്രന്റെ പല പാട്ടുകളും റീ റെക്കോർഡിങ്ങിൽ ഉണ്ട്. ജോൺസൺ സംഗീതം മാത്രമാണ്, ജോൺസൺ അതിന്റെ സംഗീതത്തിന് മാത്രം അടിമയാണ്, അല്ലാതെ ഈഗോടെ അല്ല. കുടുംബപുരാണം എന്ന ചിത്രം തൊട്ട് തുടങ്ങുന്നതൊരു പുരാണം എന്ന് വാക്ക് നമുക്ക് പറയാനുള്ള ഘനത്തിലുള്ള ജീവിതാനുഭവങ്ങളാണ്. മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരുപാട് സിനിമകളുടെ, ആ സിനിമകളുടെ സംഗീതത്തിന്റെയൊക്കെ കഥകളാണ്. സാർ കേൾക്കാം, ഇരിക്കും.
ഓർമ്മയിലെന്നും. അതിന് ശേഷം പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറയുന്ന സിനിമയാണ് രണ്ടാമത് വരുന്നത് അല്ലേ, ഓപ്പൺ ചെയ്യുന്നത്. ONV കുറുപ്പ് സാറാണ് അതിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ഈ അന്നൊക്കെ സിനിമയുടെ ഒരു കമ്പോസിംഗ് എന്ന് പറയുന്നത് ഡയറക്ടറും ലിറിസിസ്റ്റും മ്യൂസിക് ഡയറക്ടറും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ടുള്ള അതെ 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 ഒരു പരിപാടിയില്ല. സാറിന് അത്യാവശ്യം ലിറിസിസ്റ്റ് ആയിട്ടാണ് സാർ ആദ്യം വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ളൊരു ക്രിയേറ്റീവ് ഡിസ്കഷനുകൾ എത്രത്തോളം വന്ന്? അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ലൈൻസ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് പലപ്പോഴും മ്യൂസിക് ചെയ്യാറുള്ളത്. അപ്പോൾ അതാണ് ജോൺസനും ദേവരാജ മാഷ ശിഷ്യനായതുകൊണ്ട് ജോൺസനും അത് വലിയ സന്തോഷമാണ്. കാര്യം ആ വരികൾക്കനുസരിച്ചുള്ള ട്യൂൺ ഉണ്ടാക്കാൻ ജോൺസൺ വളരെ മിടുക്കനാണ്. അപ്പം ONV സാറായതുകൊണ്ട് ഞാനും ജോൺസനും കൂടി നേരെ തിരുവനന്തപുരത്ത് വരികയും ONV സാറിനെ കാണുകയും സിറ്റുവേഷൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഉണ്ടാക്കിയ പാട്ടുകളാണ് 2 എണ്ണം. അതിൻ്റെ ഒരു പാട്ടിൻ്റെ കഥ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. കാര്യം ഈ തീരൊരുക്കി എന്നുള്ള പാട്ട് വളരെ പെട്ടെന്നുണ്ടായി. അടുത്തത് സിറ്റുവേഷന് ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഡാൻസ് ടീച്ചറുടെ ശാരി പാടി കൊടുക്കുന്ന അതിൽ നിന്നാണ്. അപ്പോൾ ONV സാർ അത് വളരെ മനോഹരമായ ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഗാനമായിട്ട് തന്നെ എഴുതി തന്നു. അതായത് മാമുക്കോയക്കയുടെ കടയുടെ നേരെ രണ്ടാമത്തെ നിലയിലുള്ള. അപ്പോൾ അത് വെച്ച് ജോൺസൺ ട്യൂൺ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ജോൺസൺ എന്നെ തമാശയ്ക്ക് മാഷേന്നൊക്കെ വിളിക്കും, മാഷേ ഇതൊരു ഡാൻസ് പഠിപ്പിക്കുന്നതിന് വളരെ പെർഫെക്റ്റ് ആണ്, നല്ല സാഹിത്യമൊക്കെ ഉള്ള ഭംഗിയാണ്. പക്ഷെ നമ്മൾ ഡാൻസ് പഠിപ്പിക്കുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ പോകുന്നത് വേറെ വഴിക്കാണല്ലോ. അപ്പോൾ ഞാനും നോക്കുമ്പോൾ അത് ഒരു കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നില്ല. പക്ഷേ ONV സാറിനോട് എങ്ങനെയാണ് പാട്ട് മാറ്റി എഴുതി തരാൻ പറയുക, അതൊരു വലിയ വിഷമമാണ്. കാര്യം പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ പാട്ടുകൾ എഴുതുകയൊക്കെ ചെയ്യാറുള്ള ഒരാളായതുകൊണ്ട് ONV സാറിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പറഞ്ഞ തലേദിവസം സാറിനോട് പറഞ്ഞു, ആ പാട്ട് ജോൺസൺ മ്യൂസിക് ചെയ്തിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല. ജോൺസന്റെ കുറ്റം, സാറിൻ്റെ അല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ കൂടെ വന്നിരിക്കാം, ഞാൻ അത് ഏത് റിതത്തിലാണ് എഴുതിയെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം, അപ്പോൾ അത് കൂടുതൽ അപാടാവും. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കുറേ കൂടി സിമ്പിളായിട്ടുള്ള കാര്യം, സിനിമ ഒരു പക്ക നാട്ടിൻപുറത്തിൻ്റെ കഥയാണ്, വളരെ പച്ച മലയാളത്തിലുള്ള വേർഡ്സുള്ള ഒരു പാട്ടാണ് വേണ്ടത്. അതിൻ്റെ ഉദാഹരണം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തന്നെയാണ്. ഈ പൊന്നരിവാളമ്പളിയിൽ കണ്ണെറിയുന്നോളെ അതുപോലത്തെ ഒരു പാട്ടായാൽ, അതുപോലത്തെ ഒരു കൾച്ചറുള്ള പാട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ONV ഒന്ന് കോളിംബിൽ അടിക്കണം. അതാണ് പ്രതിഭ എന്ന് പറയുന്നത്. തലേദിവസം വൈകുന്നേരമാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞ് ഞാൻ നടക്കാൻ വന്നപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ സത്യനും കൂടി കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. ഇത് പറ്റുമെന്ന് നോക്കൂ, ഈ പാട്ട് ഒരു പാട്ട് കൊണ്ടുവരിക, അവർ കടലാസ് കൊണ്ടുവരികയാണ്. സത്യം പറഞ്ഞ മീറ്ററിൽ തന്നെയാണ് ആ ലാംഗ്വേജിൽ തന്നെ എഴുതിയിരിക്കുന്നത് പറഞ്ഞു. ഞാൻ വായിച്ചൊക്കെ അത്ഭുതപ്പെട്ടു പോയി. കാര്യം പൊന്നരിവാൾ അമ്പളിയിൽ കണ്ണെറിയുന്നോളെ അതേ മീറ്ററിലാണ് കുന്നിമണി ചെപ്പ് തുറന്ന് എണ്ണി നോക്കുന്നേരം നല്ല പാട്ട്. കുന്നിമണി ചെപ്പ് തുറന്നെണ്ണി നോക്കുന്നേരം പാടാലോ. അതെ അത് ഭയങ്കര ഇതാണ്. അപ്പം ഞാൻ ചെയ്ത് മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് ഞാനും ജോൺസനും കൂടി അടുത്ത ഫ്ലൈറ്റിൽ നേരെ മദ്രാസിൽ വരികയും ഞങ്ങൾ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വന്നിട്ട് ഞാൻ ജോൺസന്റെ അടുത്ത് പറഞ്ഞു ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ കുളിക്കാൻ കയറി. ഞാൻ ആ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ജോൺസൺ ഹാർമോണിയം വെച്ച് പാടുന്ന ഇതാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ട്യൂൺ. ഞാൻ ജോൺസന്റെ അടുത്ത് തോർത്താതെ പറഞ്ഞു ഇത് മതി കേട്ടോ ട്യൂൺ. അങ്ങനെയാണ് ആ പാട്ടുണ്ടാവുന്നത്. ജോൺസൺ മാഷിനെ കുറിച്ചും പാട്ടിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ചില ഇപ്പം ആദ്യം പറഞ്ഞു സത്യൻ സാർ, ആ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു മുഹൂർത്തം കഴിഞ്ഞാൽ അത് തുടക്കം കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കഥ അങ്ങ് പോവുകയാണ് എന്ന് പറയുകയുണ്ടായല്ലോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അവതരണ ഗാനങ്ങൾ ചെയ്തിട്ടുള്ള ഒരാള് ജോൺസൺ മാഷാണ്. പല സിനിമയുടെയും പേരെഴുതുമ്പം വീണ്ടും ചില വീട്ടുകാര്യങ്ങളായിക്കോട്ടെ, കല്യാണ മന്ത്രത്തിലായിക്കോട്ടെ, തൂവൽ കൊട്ടാരത്തിലാണ്ട് വിണ്ണിൻ മാനേജർ, എല്ലാ പാട്ടുകളും സിന്ദൂരം പെയ്തിറങ്ങിയൊക്കെ ഉൾപ്പെടെയുള്ള പാട്ടുകള് വീട്ടുകാര്യങ്ങളും അങ്ങനെയാണെന്ന് തോന്നുന്നു. വീണ്ടും ചില വീട്ടുകാരുടെ നാടകം ആ നാടകം, ആ നാട്ടുകാർ, ആ നാടകത്തിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാൻ ഇപ്പോഴൊക്കെ വോയിസ് ഓവറാണ്. ഏതെങ്കിലും ഒരാൾ നിന്നങ്ങ് പറയാണ്. അതിന് പകരം ഒരു 4-4.5 മിനിറ്റിന്റെ ഒരു പാട്ടിൽ ഒരു നാടും ആ നാട്ടിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കുകയാണ്. അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അപ്പൊ ഒരു ആള് അത് റൈറ്ററും വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലൊക്കെ തൂവൽക്കൊട്ടാരത്തിനൊക്കെ ലോഹിദാസ് ആണല്ലോ എഴുതിയത്. ഞാനും ലോഹിദാസും കൂടിയിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പ്രസന്റ് ചെയ്യാം, ഇങ്ങനെ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ജോൺസണുള്ള ഒരു ധൈര്യം കൂടി ഉണ്ട് നമുക്ക്. ജോൺസൺ ആകുമ്പോൾ ആ പടത്തിന്റെ കൾച്ചറിനനുസരിച്ച രീതിയിൽ ആ സോങ് കൊണ്ടുപോകും. ആ സോങ് കഴിയുമ്പോഴേക്കും ഓഡിയൻസ് സെറ്റാവും, ഇത് എങ്ങനെയുള്ള സിനിമയാണ്, നാട് മനസ്സിലാവും. അപ്പൊ ആ രീതിയിലേക്ക് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിട്ട് ബോധപൂർവം ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ജോൺസൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശക്തിയാണ്, ഒരു മ്യൂസിക്കിന്റെ. ശരിക്കും പറഞ്ഞാൽ ഈ ഇല്ലാതാകുമ്പോഴാണല്ലോ ഒരാളുടെ പ്രസക്തി നമ്മൾ തിരിച്ചറിയുന്നത്.
ജോൺസൺ ഉള്ള സമയത്ത് നമുക്ക് അത്രയ്ക്കും ഫീൽ ചെയ്യില്ലായിരുന്നു. പക്ഷേ ഇല്ലാതാകുമ്പോഴാണ് ആ ശൂന്യത നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ജോൺസൺ ഉണ്ടെങ്കിൽ ജോൺസനെ വിളിച്ചാൽ മതി. ജോൺസൺ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമായി. പലപ്പോഴും കമ്പോസിങ് നമ്മുടെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആവുന്നതിനൊക്കെ മുമ്പ് തന്നെ നമ്മൾ കമ്പോസിങ് സ്റ്റാർട്ട് ചെയ്യും. കാരണം പാട്ടുകൾ പോലും, പാട്ടുകളുടെ ഈണം ചെയ്യുന്നത് പോലും നമ്മളെ ഇൻസ്പയർ ചെയ്യും സീൻസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് കാരണം ജോൺസൺ ഇതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ അതുപോലെ അപാര ഹ്യൂമർ സെൻസ് ആണ് ജോൺസന്. നമുക്കൊരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്താൽ അതിനോട് ചെയിനായിട്ടുള്ള കോമഡികൾ, ചില അനുഭവങ്ങൾ പുള്ളി പറയും. ജോൺസൺ ഒരു മ്യൂസിക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ടോട്ടൽ ഡയറക്ടോറിയൽ ടീമിന്റെ അംഗമാണ്. ഞാനൊരു ഇന്റർവ്യൂലോ വായനയിലോ എവിടെ കണ്ടിട്ടുള്ള ഒരു സാധനം, എനിക്കൊന്ന് മൈനാക പൊന്മുടിയിലോ മറ്റേ വിഷ്വല് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ്. റെക്കോർഡിങ്ങിന്റെ ദിവസമാണ് ഓർക്കസ്ട്ര ലൈവ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇന്ന് പലർക്കും അത് അറിയില്ലല്ലോ. റെക്കോർഡിംഗ് ദിവസം രാവിലെ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ വയലിൻസും മറ്റേ എല്ലാ ഇൻസ്ട്രുമെന്റേഴ്സും വന്നിട്ടുണ്ടാവും. അവരെയൊക്കെ വിളിച്ചിരുത്തി പുള്ളി മ്യൂസിക് നോട്ട്സ് എഴുതിയിട്ട് അവിടെ വെച്ചിട്ടാണ് അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത്. തലേദിവസം ചെയ്യേയില്ല, തലേദിവസം ശരിയാവില്ലടോ എന്ന് പറയും. ഞാൻ പറയും ഇല്ല, അത് അവിടെ ഇരുന്ന് വേറെ കൂടെ ഇരുന്ന് ചെയ്താലേ എനിക്ക് വരുള്ളൂ എന്ന് പറയും. അവിടെ വിളിച്ച് തന്നെ എഴുതിയിട്ട് സത്യ എങ്ങനെയാണ് ഈ പാട്ട് തുടങ്ങാൻ പോകുന്നത്, ഞാൻ എങ്ങനെ തുടങ്ങുന്നത് ഞാൻ ആലോചിച്ചിട്ട് പോലില്ല. കാര്യം ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ, പാട്ട് കിട്ടിയിട്ടാണ് നമ്മളത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ ഓപ്പനിങ് എങ്ങനെയായിരിക്കും, പാട്ടിൻ്റെ ഓപ്പനിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓപ്പനിങ് എന്ന് പറഞ്ഞ് ജയറാം എന്തായാലും കുറേ തല ഷേവ് ചെയ്യുന്നതെന്നാണ് ആ പാട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ തലകളായിരിക്കും, മൊട്ടത്തലകളിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, മതി എന്ന് പറഞ്ഞു. അത് ഇപ്പോൾ നമുക്ക് അതിൻ്റെ റിതം തുടക്കത്തിൽ കേൾക്കുമ്പോൾ ആ തബലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ആ മുട്ടത്തിലേക്ക് വളരെ സിങ്കാണ്. അതില് ഒരു വലിയ ഹമ്മിങ് വരുമ്പോ കുറെ മഞ്ഞളൊരു തലേക്ക് കൂടെ ഒഴുകി വന്നിട്ടാണ്. അതിൽ വരേണ്ട വിഷ്വൽസ് എന്തൊക്കെയാണെന്നുള്ളത് റഫായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അത് പുള്ളിക്ക് അറിയാം. ഈ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിലും ഈ നേരത്തെ പറഞ്ഞതുപോലെ ജോൺസൺ മാഷ് സംഗീതം ചെയ്തിട്ടില്ലാത്ത സിനിമകൾ, നമ്മള് സംഗീതം ചെയ്ത സിനിമകളും അല്ലാത്തിട്ട് ഇപ്പം വളരെ പോപ്പുലർ ആയിട്ടുള്ള മണിച്ചിത്രത്താഴ് പോലുള്ളൊരു സിനിമ നമ്മൾ എടുക്കുമ്പം ഇന്നും അതിന്റെ തീം മ്യൂസിക്കുകൾ ആളുകൾ കേൾക്കുമ്പോൾ സംഗീതം ചെയ്തിരിക്കുന്നത് രാധാകൃഷ്ണൻ സാറാണ്. അതിന്റെ തീം മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺസൺ മാഷാണ്. അങ്ങനെ എത്രയോ മലയാളികൾ ഇഷ്ടപ്പെടുന്ന പടങ്ങളുടെ തീം മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺസൺ മാഷാണ്. അപ്പം ഞാൻ വീണ്ടും കേട്ടിട്ടുള്ള ഒരു കാര്യം, അത് വിശ്വം കാക്കുന്ന നാഥ എന്നുള്ള പാട്ട് സാറാണല്ലോ വരികൾ എഴുതിയിട്ടുള്ളത്. അതിലാദ്യം ദേവ എന്നായിരുന്നു എന്നുള്ളത്, നാഥ പുള്ളിയാക്കിയതാണ്. വിശ്വം കാക്കുന്ന ദേവ എന്നാണ് ഞാൻ എഴുതിയത്. ശരിയാ. അപ്പം ദേവ എന്നുള്ളത് ക്രിസ്ത്യൻ ദൈവങ്ങളെ പറയൂല, നാഥ നാക്കു എന്ന് പറഞ്ഞത്. അതെ അതെ, വിശ്വം കാക്കുന്ന നാഥ വിശ്വൈക നായക അകാരത്തിലാണ് അവസാനിക്കുന്നത്. ദേവ എന്നുള്ളതിനേക്കാളും കുറച്ചും കൂടി ഫോഴ്സ് ഉണ്ടാവും അതിനൊന്ന്. പിന്നെ നാഥൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് എഴുതിയതൊരു ഡെമ്മി പാട്ടായിട്ട് എഴുതിയതാണല്ലോ. ആ പാട്ട് ആ പടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതിയതായിരുന്നില്ല. കാര്യം ഞാൻ കമ്പോസിങ്ങിന് വന്നിട്ട് സമയത്ത് കുറെ കച്ചേരികൾ നടന്നു. കൈതപ്പുറം തമ്മനമ്പൂരി ആ സമയത്ത് കുറെ മ്യൂസിക് കച്ചേരികൾ നടത്തുന്ന കാലമാണ്. അപ്പോൾ തിരുമേനിക്ക് വരാമെന്ന് പറഞ്ഞ ദിവസം വരാൻ സാധിച്ചില്ല. അപ്പോൾ ജോൺസൺ 2 ദിവസം പണിയില്ലാതിരുന്നപ്പോൾ ജോൺസൺ ഇറിറ്റേറ്റഡായി. മാഷ എന്നാൽ ഞാൻ ഒന്ന് പോയി വന്നാലോ എന്നൊക്കെ ചോദിച്ചു. ഷൊർണൂർ വെച്ചിട്ടാണ്. അപ്പോൾ ജോൺസൺ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സബ്ജക്റ്റ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ പ്രാർത്ഥനാ ഗാനം ഏകദേശം ഇതുപോലെ ആയിരിക്കും വരിക, എന്നിട്ട് നമുക്ക് ആ ട്യൂൺ കൊടുത്താൽ തിരുമേനെ കൊണ്ട് എഴുതിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എഴുതി കൊടുത്ത വരികളാണ്. അപ്പോൾ അതിമനോഹരമായിട്ട് ജോൺസൺ അത് ട്യൂൺ ചെയ്തു, വിശ്വം കാക്കുന്ന. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ തോന്നി. പക്ഷേ എങ്കിലും അത് തിരുമേനി എഴുതാനുള്ള പാട്ടാണ്. അപ്പോൾ ആ പാട്ട് ജോൺസൺ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് കൈതപ്പുറം വന്നു. കൈതപ്പുറം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് ആ സിറ്റുവേഷൻ, പാട്ട് തിരുമേനി എഴുതിയാൽ മതി. ഇത് കേട്ടോണ്ട് തിരുമേനി പറഞ്ഞു, പാട്ട് ഇത് മതി, മറ്റേ പാട്ട് ഞാൻ എഴുതിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ ഫിറ്റ് ചെയ്ത പാട്ടാണത്. അതെ. എപ്പോഴെങ്കിലും ഈ വരി എഴുതുന്ന സത്യനന്ദിക്കാടിനെ കുറിച്ച് ജോൺസൺ മാഷ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ. ജോൺസന്റെ വരികൾ ഇഷ്ടമാണ്. അതായത് ഇപ്പം തൂവൽക്കൊട്ടാരത്തിലും ഞാനൊരു പാട്ട് എഴുതിനായിരുന്നു, തങ്കനൂപുരമോ. അതെ, അതായത് പുള്ളി പറയും താൻ എഴുതുന്നത് വളരെ ഡയറക്റ്റ് ഫ്രം ദി ഹാർട്ടാണെന്ന് പറയും. അതായത് അതിൽ വേറെ കാവ്യ കൽപ്പനകളൊക്കെ കുറവായിരിക്കും. ഇപ്പം നേരെ വരികൾ ആർക്കും കേട്ടാൽ മനസ്സിലാകുന്ന വിശ്വം കാക്കുന്ന നാഥ വിശ്വൈക നായക ആത്മാവിലിരിയുന്ന തീയണയ്ക്കു അതിന് ആത്മചൈതന്യം, അതിൽ വേറെ സാഹിത്യമില്ല കാര്യമായിട്ടുള്ളത്. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ ഇപ്പോൾ ഒരു നിമിഷം ദൂരമൊക്കെ അങ്ങനെയായിരുന്നല്ലോ, ഓമൃതലൊക്കെ അങ്ങനെയായിരുന്നല്ലോ, പെട്ടെന്ന് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്.
അതുകൊണ്ട് ജോൺസൺ അത് ഇഷ്ടമായിരുന്നു. ജോൺസൺ മാഷ് ആണെങ്കിലും ആ എത്രയോ അധികം ലിറിസിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഉം. എനിക്ക് തോന്നുന്നു മേലെ പറമ്പിലാൻ വീട് എന്ന് പറയുന്ന ചിത്രത്തില് ഉം. കണ്ണദാസൻ എന്ന് പറയുന്ന ഉം. തമിഴിലെ വലിയ എഴുത്തുകാരനാണ്. ആ ഒരു പാട്ടിന്റെ ഇടയിൽ ഒരു ആ 4-5 വരികളെ ഉള്ളെങ്കിലും അത് എഴുതിയിട്ടുള്ളത് അവിടെയും അതെ അതെ പറക്കിയിട്ടുണ്ട്. നമ്മള് വരികളെ കുറിച്ചും അതെ വരികളുടെ പാട്ടിലെ പ്രസക്തിയെ കുറിച്ചും എഴുത്തിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു ലിറിസിസ്റ്റ് നമ്മളോടൊപ്പം ഇപ്പം ഓർമ്മ പങ്കുവെക്കുന്നതിന് വേണ്ടി എത്തുകയാണ്. നിരവധി ഗാനങ്ങളിലൂടെ നമുക്ക് വളരെ പരിചിതനായ എഴുത്തുകാരൻ ജോൺസൺ മാഷ ജീവിതത്തിലും പ്രത്യേക പങ്കുവഹിച്ചിട്ടുള്ള ഒരാൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, പ്രിയപ്പെട്ട RK ദാമോദരൻ മാസ്റ്റർ. സാർ നമസ്കാരം, സ്വാഗതം. സത്യനന്ദിക്കാട് സാറുമായിട്ട് ഇങ്ങനെ പാട്ടുകളെയും വരികളെയും കുറിച്ച് കൃത്യം പറഞ്ഞ് അവിടെ എത്തി, വരികളെ കുറിച്ച് പറഞ്ഞെത്തി. എങ്ങനെയായിരുന്നു ജോൺസൺ മാഷുമായിട്ടുള്ള ആദ്യത്തെ ഒരു കാണലൊക്കെ ഓർമ്മയുണ്ടോ? ജോൺസൺ മാഷെ കാണലെന്ന് പറയുന്നത് ഒരു ആകസ്മികതയാണ്. വർഷങ്ങൾക്ക് മുമ്പ് 79 ഒരു ദിവസം ഈസ്റ്റ്മാൻ ആൻ്റണിയുടെ ഒരു പടം, ചെറിയൊരു പടമാണ്, ഇണയെ തേടി എന്ന് പറഞ്ഞിട്ട്. അതിനൊരു ചെറിയൊരു കവിത ടൈറ്റില് ഇണയെ തേടുക എന്ന് പറയുന്ന എല്ലാം പ്രഭാതം, പ്രദോഷം, നദി, കടൽ, ഇങ്ങനെ എല്ലാം പ്രകൃതിയിലെല്ലാം ഇണയെ തേടിക്കൊണ്ടിരിക്കുന്നു എന്നൊരു കൺസെപ്റ്റിലൊരു കവിത എഴുതാൻ മറന്നു. ചെറിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്. സിൽക്ക് സ്മിത അഭിനയിച്ചാണ്. ഈസ്റ്റ്മാൻ ആൻ്റണി ആദ്യമായിട്ട് ചെയ്യണം. അപ്പം ഇങ്ങനെ പറഞ്ഞ എൻ്റെ അടുത്ത് വന്ന് കല്ലൂർ ഡെന്നീസും ഉണ്ടായിരുന്നു. അപ്പോൾ കല്ലൂർ ഡെന്നീസ് ദേവരായ മാസ്റ്ററായിട്ട് അന്ന് ഏറ്റവും അടുപ്പമുള്ള മനുഷ്യനാണ്. ദേവരായ മാസ്റ്റർ എന്ന് വെച്ചാൽ ഒരു ഭീകരനാണെന്ന് എല്ലാവർക്കും ഒരു മുമ്പിലിരിക്കാൻ പോലും പറയില്ല നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഞാൻ കണ്ടേക്കണമെന്ന് വെച്ചാൽ കല്ലൂർ ഡെന്നീസ് മാഷിൻ്റെ ഈ മഹാലിംഗപുരത്തുള്ള കംതാർ നഗറിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മാഷ് ഒരു ലുങ്കി മാത്രമേ എടുത്തിട്ടുണ്ടാവുള്ളൂ, ഷർട്ട് ഇട്ടുണ്ടാവില്ല. മാഷിൻ്റെ തോളത്തൊക്കെ കയറ്റി എന്താ മാഷ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ വളരെ കാഷ്വലായിട്ട് വർത്തമാനം പറയുന്ന ഒരു മനുഷ്യൻ അന്ന്. അപ്പം ഈ കവിത കൊണ്ട് കൊടുത്തിട്ട് കുറച്ച് കാശൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ ഇവർക്ക് റിലീസ് ചെയ്യണം ഈ പടം. പിന്നെ ടൈറ്റിൽ സോങ്ങും കൂടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റിലീസ് ചെയ്യാം. അപ്പോൾ മാഷിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മാഷേ ഇതൊരു 2-3 ദിവസത്തിനുള്ളിൽ ചെയ്തെന്ന് കിട്ടണം. ആ മാഷിങ്ങനെ നോക്കിയിട്ട് ആഹാ അങ്ങനെയാകുന്നു, ഒരു 6 മാസത്തേക്ക് ഒക്കത്തില്ലടാന്ന്. പക്ഷേ അത് പറഞ്ഞാൽ പറ്റില്ല, ചെയ്യണം എന്ന് പറയണേ. വീണ്ടും പറയണേ ഈ ഡെന്നീസ് അങ്ങനെ പറയുന്നു. പറഞ്ഞപ്പോൾ മാഷ് ഒന്നും മിണ്ടുന്നില്ല. പ്രൊഡ്യൂസറടുത്തോ ഈ ഡയറക്ടറടുത്തോ ഒന്നും ചോദിക്കാതെ അപ്പം തന്നെ സൈഡിലിരിക്കുന്ന മാഷിൻ്റെ സാധാരണ ഫോണിൽ റിങ്, ജോൺസാ ഒന്ന് ഇങ്ങോട്ട് വരണം കേട്ടോ നീ. ജോൺസനെ വരുത്തിയിട്ട് ഈ പാട്ട് കൊടുത്തിട്ട് ഇവന്മാർ പറയുന്നത് നാളെ ചെയ്തു കൊടുക്കണം എന്നാണ് പറയുന്നത്, നീ എന്തെങ്കിലും ചെയ്തു കൊടുത്തേക്ക് കേട്ടോ. അപ്പൊ ദേവരാജൻ മാസ്റ്റർ എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഞാൻ കണ്ടേക്കണതിൽ ഏറ്റവും നല്ല മ്യൂസിക് ഡയറക്ടർ ഞാൻ കണ്ടിരിക്കുന്നതിൽ, എൻ്റെ അനുഭവത്തിൽ വേറെ വ്യത്യസ്ത അഭിപ്രായമൊക്കെ ഉണ്ടാവും. ആ മാഷ് ഈ കവിത ഏൽപ്പിക്കുന്നതിലൂടെ ഈ ജോൺസനെ അവതരിപ്പിക്കുകയാണ്. അത് അദ്ദേഹം പാലിച്ചു. ജോൺസന്റെ ഈ കഴിവിലൂടെ, പാട്ടിലൂടെ, പിന്നീടുള്ള എല്ലാ ചെയ്തികളിലൂടെ എന്നാണ് പറയാനുള്ളത്. അത് ദേവരാജ മാഷ് അത്രയും ബുദ്ധികൾ കണ്ടിട്ടുണ്ട്. അന്ന് വരെ മാഷ് വയലിൻ വായിക്കുന്ന ഒരു മനുഷ്യൻ, മാഷിൻ്റെ ഓർക്കസ്ട്രേഷനിലുള്ള ഒരാൾ, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. എനിക്കറിയില്ലേ ജോൺസനെ ഔസേപ്പച്ചനെ വന്ന എണാളെ പോലെ വയലിൻ വായിച്ചു. ഞാനന്ന് ഹനീഫയുടെ കൂടെ ഉമ്മാലോഡ്ജിലാണ്. വലിയ ശല്യമാണ്, കാരണം പുലർച്ചയ്ക്കൊക്കെ ഇവർ വയലിൻ വായിച്ച് ഭയങ്കര ബഹളമാണ്. ഔസേപ്പച്ചൻ അന്ന് അവിടെയാണ് താമസിക്കുന്നത്. അല്ല, അപ്പൊ ഈ പറഞ്ഞ സംഭവത്തിന് മുമ്പ് ജോൺസൺ മാഷ് സംഗീതം സ്വതന്ത്ര സംഗീത സംവിധായകനായിട്ടുണ്ടോ? ചെയ്തിട്ടേ ഇല്ല. ഫസ്റ്റ് ഫിലിമാണ്. ഫസ്റ്റ് ഫിലിം മാത്രമല്ല, ഒരു സോങ് ചെയ്യുന്നത് അതാണ്. അതിന്റെ വരികളാണ് വിപിന വാടിക കുയിലു തേടി, വിപഞ്ചിയോ മണി വിരലു തേടി, പുരുഷ കാമന ഇന്നും സ്ത്രീയിൽ, ഇവിടെ ജനിമൃതി പൂക്കും വഴിയിൽ, ഇണയെ തേടി. ഒരു കൺസെപ്റ്റിൽ ഇണയെ തേടുന്ന എല്ലാത്തിനെ കുറിച്ചാണ് വരുന്നത്. മനോഹരമായിട്ട് ട്യൂൺ ചെയ്തു. അത് നമുക്കൊന്നും കേൾക്കാനൊന്നും അവസരമില്ല.
കാരണം അതിൻ്റെ ഇവിടെ പോലും അതിൻ്റെ ഒരു പ്രിന്റ് പോലും കിട്ടാനില്ല. ഞാൻ അതിൻ്റെ പാട്ട് എടുത്ത് വെക്കണം. ജോൺസൺ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതെവിടെ കിട്ടും. ഞാൻ ഈസ്റ്റ്മാനെ കൊണ്ട് അന്വേഷിച്ചു, ആർക്കൈവ്സിലൊക്കെ പോയി നോക്കി, ഈ പ്രിന്റ് പോലും ഇല്ല, പാട്ടുമില്ല എന്നുള്ളതാണ് ഒരു ദുരന്തം. ഇപ്പം ദാമോദരൻ സാർ പറഞ്ഞതുപോലെ അന്ന് അപ്പുറത്തെ മുറിയിൽ വയലിൻ വായന ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഔസേപ്പച്ചൻ സാറും സംഘവും ചേർന്ന് അവതരിപ്പിക്കുന്ന വയലിൻ നമുക്കിപ്പോൾ ജോൺസൺ മാസ്റ്ററുടെ സമകാലീനനും സുഹൃത്തും ഒരേ നാട്ടുകാരനുമൊക്കെ ആയിട്ടുള്ള സംഗീത സംവിധായകൻ നിരവധി പാട്ടുകളിലൂടെ നമുക്ക് പ്രിയപ്പെട്ട ഔസേപ്പച്ചൻ സാറ് ജോൺസൺ മാഷെ ഓർക്കുന്നു. ജോൺസന്റെ ഒരു പ്രത്യേകത ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇപ്പം മലയാള സിനിമാ സംഗീത ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ ഒരു മൈൽ സ്റ്റോണാണ്. നമുക്ക് പഴയ കാലത്ത് ദേവരാജൻ മാഷ്, ദക്ഷിണാമൂർത്തി സ്വാമി, പിന്നെ ബാബുക്ക തുടങ്ങിയ ഒട്ടനവധി ഗ്രേറ്റ് മാസ്ട്രോസ് മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മുടെ മുൻഗാമികളുണ്ടായിരുന്നു. ആ കാലത്തിൽ നിന്നൊരു ചേഞ്ച് നമ്മൾ മൊത്തത്തിൽ സിനിമാ സംഗീതത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ നമ്പർ 1 അതിൻ്റെ വക്താവ് ജോൺസൺ തന്നെയാണ്. കാരണം വേറൊന്നുമില്ല, സിനിമാ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകൾ മാത്രമൊന്നുമില്ല. സാധാരണ അന്ന് കാലത്തെ ആൾക്കാർ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടാണെന്ന് ധരിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയത്തിന് ആകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ടിട്ടില്ല? ഇംഗ്ലീഷ് സിനിമയിൽ പാട്ട് എവിടെയുള്ള ഏതെങ്കിലും ചില മ്യൂസിക്കൽ സബ്ജക്റ്റിന് മാത്രമേ പാട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പാട്ടില്ല. അതിലും മ്യൂസിക് ഉണ്ടല്ലോ. ഓസ്കാർ അവാർഡ് കിട്ടുന്ന മ്യൂസിക്കുകൾ അതിലുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊരു പുതിയ ശൈലി കൊണ്ടുവന്നത് ജോൺസനാണ്. ഇന്നും ആ ജോൺസൺ ചെയ്ത ആ റീറെക്കോർഡിങ്ങുകൾ വെല്ലുന്ന ഒരുപാട് മ്യൂസിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള മ്യൂസിക്കൽ സൗണ്ടിങ് ഉള്ള വ്യത്യസ്തതയുള്ള മ്യൂസിക്കൊക്കെ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഞാനും കുറച്ചൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ നൽകുന്നതിൽ ഇന്നും ജോൺസനൊക്കെ വെച്ച് വയ്ക്കാൻ ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അത് നമ്മൾ ഒരിക്കലും കേൾക്കാൻ പാടില്ല, നമ്മൾ ആ പടത്തിലേ ശ്രദ്ധിക്കാൻ പാടുള്ളൂ. ജോൺസൻ്റെ ഏതൊരു പടം, എല്ലാ പടങ്ങളും നല്ലത്, ഇനിയിപ്പോൾ മോശമായ പടം എടുത്തു നോക്കിയോളൂ, അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്താണ്, അതിലെന്താണ് വായിച്ചിരിക്കണതെന്ന് നമുക്ക് നൊട്ടേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ പാനിങ് നോട്ട് ബുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കേൾക്കത്തില്ല, നമ്മൾ പടത്തിലേ ശ്രദ്ധിക്കുള്ളൂ. ഇതൊരു മാജിക്കാണ്. 28 സിനിമകളെന്ന് പറയുന്നതിൻ്റെ ഒരു കാലപരിധിയും എണ്ണവും വളരെ കൂടുതലാണ്. ഇപ്പം ആമുഖത്തിൽ സംസാരിച്ചപ്പം സത്യൻ സാറ് തന്നെ പറഞ്ഞു, പലരും പറയും മാറ്റാം, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും 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 ആവർത്തിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴാണല്ലോ ഒരുപോലെ ആവും. നമ്മളെപ്പോഴും സിനിമയ്ക്കാണെങ്കിൽ വേണ്ടത് പുതുമയുമാണ്. എങ്ങനെയാണ് ആവർത്തിക്കുകയും പുതുമ കണ്ടെത്തുകയും ചെയ്യുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ? അല്ല, അത് ഒരു സംവിധായകൻ്റെ രീതിയും എൻ്റെ അഭിരുചിയും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന സംഗീത സംവിധായകനാവുമ്പോഴാണ് നമുക്ക് ആവർത്തിക്കാൻ തോന്നുന്നത്. ക്യാമറാമാൻ വിപിൻ മോഹൻ എൻ്റെ 30ഓളം സിനിമകൾക്ക് ക്യാമറ വർക്ക് ചെയ്തു. കാര്യം ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വിഷ്വൽസാണ് വിപിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ശ്രീനിവാസനും ജോൺസനും ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത്. എനിക്കത് വളരെ കംഫർട്ടബിളാണ്. കാര്യം ഞാനൊരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ സിനിമയിൽ എന്താണ് വേണ്ടതെന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും അത് തന്നെ നമുക്ക് തിരിച്ചു തരികയും ചെയ്യുന്നതാണ്. അതിൽ ജോൺസന്റെ ഒരു അപാരം എടുക്കാണ്. ജോൺസന് 2-3 കാര്യങ്ങൾ വെച്ചാൽ, ഒന്ന്, നല്ല സാഹിത്യബോധമുണ്ട്. ഒരു ലിറിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാക്കുകളുടെ അർത്ഥം, അതെവിടെ നിർത്തണം, എവിടെ ബ്രേക്ക് ചെയ്യണം, അതിൻ്റെ ഇടയിൽ വല്ല വരികൾ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യും, മനസ്സിലായില്ല. അല്ലെങ്കിൽ അതുപോലത്തെ കുറച്ച് വരികൾ വേണമെന്ന് പറയും. ONV സാറിൻ്റെ അടുത്തടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ടാലൻ്റ് ഉള്ള ഒരാൾ ഒരു സിനിമയുടെ ഭാഗമാവുകയാണ്. ഒരാൾ സ്ക്രിപ്റ്റ് എഴുതുന്നു, ഒരാൾ മ്യൂസിക് ചെയ്യുന്നു, ഒരാൾ സിനിമോഗ്രാഫി ചെയ്യുന്നു. പക്ഷേ എല്ലാവരും ചെയ്യുന്നത് സിനിമയാണ്. അപ്പോൾ അത് വേറിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് ആവർത്തനം എനിക്കങ്ങനെ വിരസമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ 10-25 ഒരു 20 സിനിമയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പലരും എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിരുന്നു, എല്ലാ സിനിമയും ഇങ്ങനെ ജോൺസനെ ഒന്ന് മാറ്റി വെറൈറ്റി ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് ജോൺസൺ ചെയ്യുമ്പോഴാണ് തൃപ്തി കൂടുതലാവുന്നത്. പക്ഷെ എന്നിട്ട് ഞാൻ ജോൺസൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞിട്ടാണ് ഞാൻ ഇളയരാജയുടെ അടുത്തേക്ക് പോകുന്നത്. ആ ഒരു വാചകം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പലപ്പോഴും നമുക്ക് സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കേണ്ട ഒരു വാചകം ജോൺസൺ എന്നോട് പറഞ്ഞു എന്നുള്ളത്. അന്ന് ജോൺസൺ വളരെ കൂടുതൽ പടം ഇല്ലാത്ത സമയമാണ്. പക്ഷേ ഇളയരാജയെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ജോൺസൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു,
ഞാനൊരു ഒരു പടം ഇളയരാജയെ കൊണ്ട് ചെയ്യിക്കാൻ ആലോചിക്കുന്നു, ജോൺസന് വിഷമമില്ലെങ്കിൽ മാത്രം. ജോൺസൺ പറഞ്ഞത്, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യിക്കുക ഇളയരാജയെ കൊണ്ട്. ഇളയരാജ എന്നേക്കാൾ നല്ല മ്യൂസിക് ഡയറക്ടറാണ്. അത് ഒന്ന്. മറ്റൊന്ന് പറഞ്ഞു വെച്ചാൽ, എനിക്ക് വിഷമമുണ്ടോ, എനിക്ക് വേറെ കൂടുതൽ പടങ്ങളുണ്ടായിട്ടൊന്നുമില്ല. സിനിമയുള്ളത് കൊണ്ടാണ് നമ്മൾ സുഹൃത്തുക്കളായത്. ആ സൗഹൃദം നിലനിർത്താൻ സിനിമ വേണമെന്നില്ല. അങ്ങനെ പിന്നെ അതാണെങ്കിൽ പിന്നെ അത് സൗഹൃദം അല്ലല്ലോ. താൻ ധൈര്യമായിട്ട് ചെയ്യിക്കടോ. ജോൺസൺ എന്ന അനശ്വര സംഗീത സംവിധായകന്റെ ഓർമ്മകളുമായി നിരവധി സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ദേവൻ സാർ. ജോൺസൺ മാഷെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്നത്, ജോൺസൺ മാഷ്, ഞാൻ ഈ ചെന്നൈയിൽ താമസിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത വീട്ടിലായിരുന്നു ജോൺസണും ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരുന്നത്. അതാണ് എൻ്റെ ഓർമ്മ ആദ്യം വരുന്നത്. അപ്പോൾ എൻ്റെ മോളെ സ്കൂളിൽ വിടാനായിട്ട് ചില ദിവസങ്ങളിൽ ഞാൻ ജോൺസൻ്റെ അന്നൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു, ആ സ്കൂട്ടറിലാണ് ഞാൻ കൊണ്ടുപോവുക എൻ്റെ മോളെ ഇങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ വളരെയധികം, പിന്നെ നാട്ടുകാരനാണല്ലോ, ജോൺസണും ഞാനും തൃശ്ശൂർക്കാരാണ്. അപ്പോൾ എപ്പോഴും ജോൺസണും ഞാനും വളരെ അടുത്ത് ഉള്ള ആൾക്കാരാണ്. പിന്നെ ജോൺസൻ്റെ സിനിമകളിൽ ഞാൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങോട്ടം എന്ന സിനിമയിൽ ഞാനും പാർവതിയും കൂടിയിട്ടുള്ളൊരു പാട്ട് സീനുണ്ട്. അതിൽ മെല്ലെ മെല്ലെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ഇന്നും ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ, മീറ്റിങ്ങിലോ ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർ അതിടും, ഞാൻ വരുമ്പോൾ ആ പാട്ടിടും. അതുപോലെ തന്നെ പിന്നെ സത്യൻ അന്തികാടൻ്റെ ഒരു പടത്തിൽ, ഞാൻ സത്യൻ്റെ ഒറ്റ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. പിൻഗാമിയിലെ വെണ്ണിലാവോ എന്ന് പറഞ്ഞൊരു പാട്ടാണത്. അത് ഇപ്പോഴും എന്നെ പല ആൾക്കാരും ഓർക്കുന്നത് ആ ഒരു പാട്ടിലൂടെയാണ്. ഞാനും മോഹൻലാലിൻ്റെ ചെറുപ്പത്തിലുള്ള ആ കുട്ടിയും ശാന്തകൃഷ്ണനുമായിട്ടുള്ള വളരെ സന്തോഷകരമായ ഒരു ഫ്ലാഷ് ബാക്കിൽ വരുന്നൊരു സീനാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സീൻ. അങ്ങനെ എനിക്ക് എൻ്റെ ഓർമ്മ പെട്ടെന്ന് വരുന്നത് ഈ രണ്ട് പാട്ടുകളാണ്. ഈ രണ്ട് പാട്ടുകളും ഇന്നും ജനങ്ങളുടെ മനസ്സിൽ, മലയാളിയുടെ മനസ്സിലുണ്ട്. അല്ല, ചില കഥാപാത്രങ്ങൾ, ഞാനിപ്പോൾ ഒരു സിനിമയിൽ എപ്പോഴും അതിലൊരു കേന്ദ്ര കഥാപാത്രം, ഒരു നായകൻ നന്മ ചെയ്യുക, നന്മകളെല്ലാം നായകനിലേക്ക് എത്തുക എന്നൊക്കെ പറയുമെങ്കിലും, ഞാനിപ്പോൾ നേരത്തെ പൊന്മുട്ടിയിടുന്ന താറാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് സംഗീതവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു കാര്യമല്ലെങ്കിലും, ഈ ഡാൻസ് സ്കൂൾ നടത്തുന്ന ടീച്ചറെ പറ്റിയൊക്കെ പറഞ്ഞ് ആ സിനിമയിൽ എവിടെയോ ഈ ഡാൻസ് സ്കൂൾ നടത്തുന്ന ടീച്ചർക്ക് ഷാരി ചെയ്യുന്ന കഥാപാത്രത്തിന് പൈസയ്ക്ക് ആവശ്യം വരുമ്പം കരമന ജനാർദ്ദനൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. ഇത് നീ ഇത്രയും നാൾ എന്ന വാടകയാണ്, ഇത് ആ വാടക കൂട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് കണക്കാക്കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു നന്മ, ഈ പരസ്പരം പോകുന്ന, ഇപ്പൊ ഈ പറഞ്ഞ വാക്കുകളിലൊക്കെ കാണുന്ന ഒരു വളരെ രസകരമായൊരു സൗഹൃദം അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആ നല്ല സൗഹൃദങ്ങൾ, ഇവര് കുറെ നാൾ ഇവര് വാടക കൊടുക്കാത്തതിനകത്തുള്ള ശത്രുക്കളും ആണ്. ഈ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ തമ്മിൽ? ആശയപരമായ പിണക്കങ്ങൾ ഉണ്ടാവണമല്ലോ. പിണക്കങ്ങൾ ആശയപരമായിട്ടും അല്ലാതെയൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. അത് സ്വാഭാവികമായിട്ടുണ്ടാവില്ലേ, സൗഹൃദമുള്ളതല്ലേ പിണക്കം ഉണ്ടാവാൻ. അതായത് പിണങ്ങാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു സൗഹൃദത്തിന്റെ വ്യാപ്തിയാണ്. സൗഹൃദത്തിന്റെ ഒരു ശക്തിയാണ്, വ്യാപ്തിയാണ് നമുക്ക് പിണങ്ങാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്നുള്ളത്. ജോൺസനെ ഞാനായിട്ട് പലപ്പോഴും പിണങ്ങാറുണ്ട്, അതിനപ്പുറത്ത് കാര്യമായിട്ട് ഇണങ്ങാറുണ്ട്. ഒരിക്കൽ ഒരു റെക്കോർഡിങ് തിയേറ്ററിൽ വെച്ച് പിണങ്ങിയിട്ടുണ്ട്, വീണ്ടും ചില വീട്ടുകാരങ്ങൾ. അതിന്റെ റെക്കോർഡിങ് PV ഗംഗാനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വന്ന് പ്രസാദ് 70 അപ്പം രാവിലെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് തലേദിവസം 2 ദിവസം മുമ്പ് നമ്മൾ പടം കണ്ട് എവിടേക്ക് എങ്ങനെ മ്യൂസിക് വേണമെന്നൊക്കെ ആലോചിച്ച് ഒരു റഫായിട്ടുള്ള ഐഡിയ കിട്ടിട്ട് തിയേറ്ററിൽ വന്നു കഴിഞ്ഞ ശേഷം തികച്ചും പേഴ്സണലായ ഒരു കാര്യത്തിന് ഞാനും ജോൺസൺ തമ്മിൽ ഒന്ന് പിണങ്ങി. അപ്പം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ജോൺസൺ എൻ്റെ അടുത്ത് പറഞ്ഞു, താൻ മ്യൂസിക് ശരിയാകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി, അല്ലാതെ വേറെ കാര്യങ്ങൾ ഇടപെടണ്ട എന്നെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് തൽക്കാലം പാക്കപ്പ് ചെയ്യാം. അങ്ങനെ 9 to 9 ഉണ്ടായിരുന്ന റെക്കോർഡിങ്ങിന് വന്ന ഫുൾ ഓർക്കസ്ട്രയെ ഒരു 11 മണിയായപ്പോൾ ഞാൻ പാക്കപ്പ് ചെയ്ത് പിരിച്ചു വിട്ടു. അത് ശരിക്കും ജോൺസന് ഭയങ്കരമായ വിഷമം ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ പുള്ളി നേരെ വീട്ടിൽ പോയി, ഞാൻ വേറെ ആരെയും കൊണ്ടെങ്കിലും മ്യൂസിക് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അത്രയും സീരിയസ് ആയിട്ടുള്ള വണക്കമായിരുന്നു. പക്ഷെ വേറൊരാളെയും എൻ്റെ മനസ്സിൽ വരുന്നില്ല, പ്രത്യേകിച്ചും ആ സിനിമ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസമായ സമയത്ത് ഞാൻ സേതു മണ്ണാർക്കാരനെ ജോൺസന്റെ വീട്ടിലേക്ക് വിട്ടു. പുള്ളിയാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. അപ്പോൾ റാണി പറഞ്ഞു, ജോൺസന്റെ വൈഫ് പറഞ്ഞു,
അന്ന് തിയേറ്ററിൽ നിന്ന് വന്നിട്ട് എന്നിട്ട് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്ന് പറഞ്ഞു പുള്ളി. അപ്പോൾ പുള്ളിക്കും പ്രയാസമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു സത്യേട്ടൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചെല്ലാൻ പറഞ്ഞു. അപ്പം ജോൺസൺ സേതുവിൻ്റെ അടുത്ത് പറഞ്ഞത് അന്നത്തെ വഴക്കിനെ പറ്റിയിട്ട് സത്യനോ രക്ഷവനോട് മിണ്ടരുത് എന്ന് പറഞ്ഞു. പോളണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നത് വേറെ എല്ലാ ഞാൻ പറഞ്ഞു "ഓക്കേ, മിണ്ടില്ല. അന്ന് നേരെ വന്നു, കനം പിടിച്ച മുഖത്തോടു കൂടി എൻ്റെ അടുത്തിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിനെ കരയിപ്പിച്ച ഒരു സന്ദർഭമാണ് അപ്പം ഉണ്ടായത് ആ റീലിൽ. അതായത് ഷൂട്ട് ചെയ്യുമ്പോൾ അന്നൊന്നും മോണിറ്ററൊന്നും ഇല്ലല്ലോ, ഷൂട്ട് ചെയ്യലാണ്. ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 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 ഡ്രീം സീക്വൻസ് ഉണ്ട്. അതായത് വീണ്ടും ചില കേട്ടുകാര്യങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാമോ, സംയുക്ത വർമ്മയുടെ വീട്ടിലേക്ക് ജയറാം വരുന്ന ഒരു ഡ്രീം ഒരു നാടക നെടുമുടി വീണു. ഞാൻ ദൂരെ പോയിട്ട് മുട്ട മേടിച്ചു വരാന്നൊക്കെ വന്നിട്ട് പോയി കഴിഞ്ഞ് ഇവർ രണ്ടുപേരും തനിച്ചാക്കിയിട്ട് ഡ്രമാറ്റിക് ആയിട്ട് ഇവർ രണ്ടുപേരും ദൂരത്തേക്ക് നടന്നു പോകും. അപ്പം ഞാനത് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് ഒരു അമ്പിളി ചന്ദ്രനെയൊക്കെ കെട്ടിത്തൂക്കിയിട്ടിട്ട് ഒരു മരത്തിൻ്റെ ചോട്ടിലേക്ക് ഒരു ഇവൻ നാടക നടനാണല്ലോ. അപ്പോൾ ഒരു നാടകീയമായിട്ടുള്ള ഒരു ഇതിൽ ഞാൻ വിപിൻ മോഹൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ലെങ്തി ട്രോളിയിട്ടേക്ക് ഇവർ രണ്ടുപേരും നടന്നു പോകുമ്പോൾ നമുക്ക് പഴയ KPSC നാടകത്തിലെ മറ്റേ ഏതെങ്കിലും ഒരു നാടകഗാനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജോൺസനെ കൊണ്ട് പാടിപ്പിക്കാം, മ്യൂസിക് പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ വിപിൻ അതുപോലെ തന്നെ കൊണ്ട് ആക്കി. അത് കഴിഞ്ഞ് വേറെ കുറേ ദിവസങ്ങൾ വേറെ സീൻ ഷൂട്ട് ചെയ്ത് ഈ വിവരം ഞാൻ മറന്നുപോയി. ഇത് ഞാൻ ജോൺസൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. ഈ പിണങ്ങിയതിന് ശേഷം തിരിച്ചു വന്നു കഴിഞ്ഞിട്ടപ്പോൾ ഈ റീലാണ് വന്നത്. ഈ റീല് വന്ന് ആ ഷോട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചത് ഇതായിരുന്നു എന്നുള്ളത്. അപ്പോൾ ജോൺസൺ എന്നോട് പറയാണ്, മാഷേ നമുക്ക് ഇവർ പോകുന്ന ഈ ഡ്രമാറ്റിക് മൂമെൻറ്റ്സിലെ KPSC ഏതെങ്കിലും നാടകത്തിലെ പാട്ടിലെ ഒരു മ്യൂസിക് ഇട്ടാലോ, വെള്ളാരം കുന്നിലെ എന്ന് പറഞ്ഞിട്ട് അത് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ട് അത് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഷോട്ട് എടുത്തത്. അത് ജോൺസൺ അറിയില്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതൊരു സംവിധായകൻ്റെ മനസ്സ് ഒരു സംഗീത സംവിധാനം തിരിച്ചറിയാന്നുള്ളത് ഞാൻ നേരെ കെട്ടിപ്പിടിച്ചുകൊണ്ടിനെ. അതോടുകൂടി ആ വഴക്ക് തീർന്നു. മാഷെന്നാണ് വിളിക്കുന്നത് അല്ലേ? മാഷേന്നാ പരസ്പരം വിളിക്കുന്നത്. നമുക്ക് ഇനി ജോൺസൺ മാഷുമായി കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുമ്പം പാട്ടുകാരൻ്റെയും പാട്ടുകാരിയുടെയും സാന്നിധ്യം നമുക്ക് ഈ എപ്പിസോഡിൽ ആവശ്യമുണ്ട്. ആദ്യം നമുക്കൊരു പാട്ടുകാരനെ വിളിക്കാം. അദ്ദേഹം ചലച്ചിത്ര പിന്നണി ഗായകനാണ്. സൂപ്പർ ഹിറ്റായ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളാണ്. സ്നേഹപൂർവ്വം എപ്പിസോഡിലേക്ക്, ഈ പരമ്പരയിലേക്ക് ജോൺസൺ മാഷെ ഓർക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഗായകൻ നിഷാദ്. നിഷാദ് സ്വാഗതം. യെസ്, താങ്ക് യു. നമസ്കാരം സാർ. നമസ്കാരം. നിഷാദ് പാലപ്പൂയിതളിൽ എന്ന് പറയുന്ന പാട്ടൊക്കെ സിനിമയിൽ പാടി വളരെ അതാണെന്ന് തോന്നുന്നല്ലേ ഏറ്റവും പോപ്പുലർ ഏറ്റവും ഹിറ്റായ പാട്ട് അതാണ്. തിരക്കഥ എന്ന് പറയുന്ന സിനിമയിൽ പാടിയത്. അപ്പൊ നിഷാദ് ജോൺസൺ മാസ്റ്റർ ഒരു പാട്ട് പാടുന്നതായിരിക്കും ഏതെങ്കിലും ഒരു ആമുഖത്തിനേക്കാളും നല്ലത്. ഉറപ്പായിട്ടും. ഞാൻ എന്റെ പാട്ടാണ് ആദ്യം നിഷാദ് പാടിയിരിക്കുന്നത് സിനിമയിൽ. ഒരു പാട്ട്. അപ്പൊ ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല, ഇനി ആവശ്യമില്ല പാട്ട് പറഞ്ഞ അത്രയും വെറുതെ ആയി. അതെ. അതേതായിരുന്നു നിഷാദ്? ഓമനെ ഉണ്ട്. ഒരു താരാട്ട് മണിക്കുട്ടന്റെ സിനിമ അല്ലെ? നമുക്ക് ജോൺസൺ മാസ്റ്റർ ഒരു പാട്ട് നിഷാദ് അപ്പൊ ഏതാണ് തരാൻ പോകുന്നത്? ഉറപ്പായിട്ടും വെള്ളാര പൂമല മേലെ. നമ്മൾ കാരണം ഈ പറഞ്ഞ പോലെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ട്. കാരണം ഓണപ്പാട്ട് പാടുമ്പോ എപ്പോഴും നമ്മൾ പൂവിളിയൊക്കെ പാടും. ഒരുപാട് വേദികളിൽ ഓണപ്പാട്ടുകൾ പാടുമ്പോ ഈ പാട്ടില് ഈ ഓണത്താറാടി വരുന്നതുകൊണ്ട് നമ്മൾ ആ പാട്ടെടുത്ത ഒരു ഡിഫറെന്റ് ആയിട്ട്, പക്ഷെ അത് ഭയങ്കര ആവേശം, എനർജി ഉണ്ടാക്കുന്ന ഈ ഓണത്താർ എന്നൊക്കെ പറയുമ്പോഴേ ഈ ഉത്തര കേരളത്തിലുള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ. എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചിലവർ വിളിച്ചിട്ട് എന്താണ് ഈ ഓണത്താർ എന്നുള്ളത്. ഇവിടെ ഒന്നും ആളുകൾക്ക് അറിയില്ല. അല്ല, ആ പാട്ടിന് വേറെ പ്രത്യേകത ഉള്ളത് ജോൺസൺ കൈതപ്രം എന്നുള്ള ടീം ആരംഭിച്ചത് ഈ പാട്ടിൽ നിന്നാണ്. ഈ പാട്ട് പിന്നെ എത്രയോ പടങ്ങള് അല്ല, ഇപ്പോഴും നമ്മൾ വെറുതെ ചോദ്യം തൊടുത്തത് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് ഒരു ലിറിസിസ്റ്റ് എന്നുള്ള നിലയിൽ അത് പറഞ്ഞിട്ട് ഓണത്താറിലോട്ട് പോകാം. ഈ ഓണത്താർ എന്ന് പറയുന്നപ്പോ നമ്മള് ഈ തെക്കൻ കേരളത്തിലൊന്നും ഇല്ലത്. ഉത്തര കേരളത്തിലുള്ള ഓണപ്പൊട്ടൻ എന്നൊക്കെ പറയുന്ന സമ്പ്രദായം ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ ഒന്നും പരിചയമില്ല ഇവിടെ. അതെ. അപ്പൊ ആ ഓണത്താർ കാണിക്കുന്നുണ്ട് അതില്, അല്ലെങ്കിൽ കാണാം നമ്മൾക്ക് ആ ഉത്തര കേരളത്തിന്റെ മലബാറിന്റെ പ്രത്യേകതയുള്ള ചില സംഭവങ്ങൾ. അത് വന്ന് ഈ പാട്ടിലൂടെയാണ് ഓണത്താറിനെ പറ്റിയിട്ട് ഈ എനിക്ക് തോന്നുന്നത് സാധാരണ ജനങ്ങൾ ദക്ഷിണ കേരളത്തിലും മധ്യ കേരളത്തിലൊക്കെ മനസ്സിലാക്കുന്നത്. കൈതപ്പുറം അത് ആ കൈതപ്പുറത്തിന്റെ സ്വത്വം അതില് ഒന്നാണ് പ്രയോഗിച്ചിട്ടുണ്ട്. ഒരു കണ്ണൂരുകാരൻ കൈതപ്പുറംകാരൻ അവരുടെ ഓണം മലബാറിന്റെ ഉത്തര മലബാറിന്റെ ഒരു ഓണത്തിന്റെ ഒരു വാക്ക് അല്ലെ ഒരു ബിംബം ഉണ്ടായില്ലേ. ഈ രണ്ട് പാട്ടുകളാണല്ലോ വരവേൽപ്പിലുള്ളത് അല്ലെ? ഒരു ബസ്സൊക്കെ പൊളിഞ്ഞിരിക്കുമ്പോൾ ഒരു
ഒരു ദുഃഖഗാനം, ഒരു സെന്റിമെന്റ്സ് പാട്ട് കൂടെ ഉണ്ട്. ദൂരെ ദൂരെ സാഗരം, അതെ. സാഗരം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വെള്ളാരപ്പൂമല കേൾക്കാൻ നിഷാദെ. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. ആഹാ, ഈ പാട്ടില്, സിനിമയില് ഈ പാട്ടിൽ നമുക്ക് ജോൺസനെ കാണാം. അയ്യോ, അത് വളരെ കുറച്ച് ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ. അതായത് ഞാൻ ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഞാനൊരു ഫൈനൽ മിക്സ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ജോൺസൺ അതുകൊണ്ട് ലൊക്കേഷനിൽ വന്നു, പാലക്കാട് വന്നു. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ മിക്സ് എനിക്ക് പിന്നീട് കേട്ടാലും മതി. അപ്പോൾ ജോൺസൺ എന്തോ ഒരു ഒഴിവ് ദിവസം പോലെ അങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു പരിപാടി എന്ന് വെച്ചാൽ അന്ന് ഈ ക്യാരവനൊന്നും ഇല്ലല്ലോ. അന്ന് നമുക്ക് ഷൂട്ടിങ്ങിന് ഞങ്ങളൊരു ബസ് വാങ്ങി സ്വന്തമായിട്ട്. ഈ അതിലെ ഗൾഫ് മോട്ടോഴ്സ് ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടി വാങ്ങിയതാണ്. വാടക കൊടുത്താൽ മുതലാവില്ല. അപ്പോൾ ആ ബസ്സിൽ തന്നെയാണ് രാവിലെ എല്ലാവരും ലൊക്കേഷനിൽ പോകുന്നത്. ഇപ്പോൾ രാവിലെ എല്ലാവരും കൂടി മോഹൻലാലും ശ്രീനിവാസനും ഇന്നസെന്റ് ആണ് പലപ്പോഴും ആ ബസ് ഓടിച്ചിരുന്നത്. ഇന്നസെന്റ് ബസ് ഓടിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഇന്നസെന്റ് ഞാൻ ഓടിച്ചോളാം എന്ന് പറയും. ഞാൻ ഒരു ശീലമാവാൻ വേണ്ടിയിട്ട് ഇന്നസെന്റ് ബസ് ഓടിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആ വണ്ടിയിൽ കയറി നമുക്ക് അത് കറക്റ്റ് ലൊക്കേഷൻ തരുമ്പോൾ ഒരു ആലിന്റെ ചവിട്ട് വരുമ്പോൾ ഈ സീൻ നമുക്ക് ഇവിടെ എടുത്താലോ വെച്ചാൽ അവിടെ വെച്ച് സീൻ എടുക്കും. അപ്പോൾ ആർട്ടിസ്റ്റിനെ റൂമിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഒരു ബസ് നിറച്ച ആർട്ടിസ്റ്റ്. ജോൺസൺ വന്നപ്പോൾ ജോൺസണോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞു. അപ്പോൾ ആ ഫ്രെയിം വെച്ചപ്പോൾ ഞാൻ ജോൺസന്റെ അടുത്ത് പറഞ്ഞു, ജോൺസൺ ഒരു യാത്രക്കാരനായിട്ട് നിന്നേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ആ പാട്ടിന്റെ ഒരു ഘട്ടത്തിൽ മുമ്പിൽ ജോൺസൺ ഇങ്ങനെ ബസ്സിൽ നിൽക്കുന്ന ഒരു പീസ് കാണാം. ഈ പരിപാടി ഇപ്പം കുറച്ചധികം എപ്പിസോഡുകൾ കാണുന്ന പലരും, കാരണം ഇപ്പം MG സോമൻ സാറിന് ഡാൻസ് പഠിപ്പിക്കാനാണ് കമലഹാസൻ ആദ്യമായിട്ട് വന്നത്. അദ്ദേഹം കമലഹാസൻ സാറ് ഒരു ഡാൻസ് മാസ്റ്റർ അസിസ്റ്റന്റ് ആയിരുന്നു എന്ന് പറയുന്ന പോലുള്ള കഥകള്, കൊച്ചിൻ ഹനീഫൊക്കെ പാട്ട് പാടുന്നൊക്കെ ഇതിലിങ്ങനെ ഈ എപ്പിസോഡുകളിൽ പലരും പറഞ്ഞു കേട്ടപ്പോ നമ്മൾ പുറത്തിറങ്ങി കിടക്കുമ്പോൾ ചില ആൾക്കാർ ഈ പരിപാടിയെ പറ്റി പറയുന്ന ഏറ്റവും ഈ സിനിഫയിലായിട്ടുള്ള സിനിമയെക്കുറിച്ച് ഇങ്ങനെ ആഗ്രഹിച്ച് കിടക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം, ഒരുപാട് റെയർ ഇൻഫർമേഷൻസ് ആണ് ഈ പരിപാടിയിൽ വന്ന് പറഞ്ഞു വന്ന. അതിലൊന്നാണ് ഇപ്പൊ പറഞ്ഞത്. എത്ര പ്രാവശ്യം ഈ സിനിമയും പാട്ടും കണ്ടിട്ടുണ്ടാവില്ല. നീ പാട്ട് കാണുമ്പോൾ നമ്മള് ഇനി ആ പാട്ട് കാണുമ്പോൾ നോക്കാം. മുമ്പില് യാത്രക്കാരെ ഒരു കമ്പിയിൽ പിടിച്ച് നോക്കി നിൽക്കുന്നതിൽ ഒരു ചെറിയ പീസ് ജോൺസൺ ഉണ്ട്, ജോൺസൺ മാഷുണ്ട്. ഇത് പ്രധാനമന്ത്രി അഭിനന്ദിച്ച ഒരു സിനിമയെ കുറിച്ച് ആട്ടാണ്. ഇവരെല്ലാരും ബസ്സിൽ പോയി ഇങ്ങനെ ആൾത്തറ ഷൂട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ച ഒരു സിനിമയെ കുറിച്ചാണ്. 21 ദിവസം കൊണ്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. 21 days. അതായത് അതിൽ ഫൈറ്റ് ഉണ്ട്, സോങ്സ് ഉണ്ട്, കോമഡി ഉണ്ട്. രാവിലെ എല്ലാവരും കൂടി വണ്ടി കയറലാണല്ലോ, അല്ലെങ്കിൽ എവിടെ വെച്ചാൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഒരു സീൻ എടുത്ത് തീർത്തിരിക്കുന്നതാണ്. അങ്ങനെ ആരും റൂമിലിരിക്കില്ല, കാരവൻ വേണ്ട, അതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത്. അന്നതില്ല. പിന്നെ ഇന്നത്തെ പോലത്തെ എക്യുപ്മെന്റ്സും ഇല്ല അധികം. അപ്പൊ ഒക്കെ കയ്യിൽ ഒതുങ്ങുന്നതാണ്. പക്ഷെ അതുകൊണ്ട് പടങ്ങൾക്ക് യാതൊരു ദോഷം സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഷോർട്സും ഒക്കെ ഉണ്ട് താനും എല്ലാം. അത് ഏതെങ്കിലും ഒരാൾക്ക് രണ്ടാൾക്ക് നല്ലൊരു ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഒരുപോലെ ഓർമ്മയിൽ നിൽക്കുന്നതാണ് ഈ സിനിമയും അതിലെ സീനുകളും കാര്യങ്ങളും എല്ലാം. അതിനെല്ലാം ഇതുപോലെയുള്ള ഈ സിനിമയ്ക്ക് പുറത്ത് പാട്ടുകൾക്കൊരു വലിയ ജീവിതം ഉണ്ടല്ലോ. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ സിനിമയുടെ ഫോസിലുകളായിട്ടാ പാട്ടുകൾ ഇങ്ങനെ അവിടെ ഒരു സംഭവം കൂടി ഉണ്ട്. ആളുകൾക്ക് കിട്ടാത്ത ഇൻഫർമേഷൻ, അതിലൊരു ഫൈറ്റ് ഉണ്ട്. ബസ് തല്ലി പിടിക്കുന്ന രാത്രി മുരളിച്ചേരന്റെ ഗുണ്ടകൾ ഫൈറ്റ് കമ്പോസ് ചെയ്ത് ആ ഫൈറ്റ് ഡയറക്റ്റ് ചെയ്തത് മോഹൻലാലാണ്. എന്നുവെച്ചാല് ഫൈറ്റേഴ്സൊക്കെ വന്നു, ത്യാഗരായ മാഷ് അന്ന് വരാൻ സാധിച്ചില്ല. അപ്പോൾ ഇവർ മുഴുവൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ത്യാഗരായ മാഷ് ലാലിൻ്റെ അടുത്ത് പറഞ്ഞു, ലാലെ നീ അത് എന്ന് പറഞ്ഞു. ലാല എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ചെയ്യാൻ സാധ്യത, മാഷ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ലാലിന് ഫൈറ്റ് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ഈ ബറോസിന്റെ ലാല് സംവിധാനം ചെയ്യുന്ന പടത്തിന്റെ പൂജയ്ക്ക് ഞാൻ പറഞ്ഞു, അതിനു മുമ്പ് ലാല് സംവിധാനം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫൈറ്റ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജോൺസൺ മാഷെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു. നിരവധി നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പ്രതിഭാസനയായ ഗായിക ഗായത്രി അശോക്.
ജോൺസൺ മാഷെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഏർലി 2000s അപ്പൊ ദീനദയാലു പാടി എനിക്കൊരു ഫിലിം ബ്രേക്ക് കിട്ടിയിട്ട് ഒരു ഫ്രഷ് വോയിസസിൽ ഒരാളായിരുന്നു ഞാൻ. അപ്പൊ എന്നെ പോലത്തെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ എത്രത്തോളം സ്നേഹത്തോടു കൂടി അദ്ദേഹം പെരുമാറി, പാട്ട് ഹാർമോണിയം വെച്ച് പഠിപ്പിച്ചു തന്നു. ഇതൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്ര പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് എന്റെ ജീവിതത്തിലെ. ഉത്തമൻ എന്ന സിനിമയിലെ പാലാഴി എന്നുള്ള പാട്ടാണ് അദ്ദേഹത്തിന് വേണ്ടി പാടിയത്. അതുപോലെ തന്നെ നോൺ ഫിലിം ആൽബംസിലും പാടാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മോഹൻലാൽ ചിത്രമായ ഫോട്ടോഗ്രാഫറിൽ മനോഹരമായിട്ടുള്ള ഒരു ഡുവറ്റ് അദ്ദേഹത്തിന് വേണ്ടി പാടിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളത്തിലെ വൺ ഓഫ് ദ ഓൾ ടൈം ഗ്രേറ്റ്സ് ആണ് അദ്ദേഹം എന്നുള്ളത്. മെലഡി എന്നുള്ളത് ബ്യൂട്ടിഫുൾ മെലഡീസ് ക്രിയേറ്റ് ചെയ്യുന്നതിലപ്പുറം ഫുൾ ബ്യൂട്ടിഫുൾ ഓർക്കസ്ട്ര, അതിനുള്ള അറേഞ്ച്മെന്റ്, സ്ട്രിങ്സ്, ഇതെല്ലാം കൂടി എഴുതാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് വിഷണറി മ്യൂസിഷ്യനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് 2024 ഏത് റിയാലിറ്റി ഷോ എടുത്തു കഴിഞ്ഞാലും നമുക്ക്, അല്ലെങ്കിൽ മ്യൂസിക് കോമ്പറ്റീഷൻ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ കഴിവ് തെളിയിക്കണം, അല്ലെങ്കിൽ ആൾക്കാരെ ഇംപ്രസ് ചെയ്യണം, ശ്രോതാക്കളെ ഇംപ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് മതി, പാടിയാൽ മതി. നിഷാദിന് ജോൺസൺ മാസ്റ്ററുമായിട്ടുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ്? എന്തോ പരിപാടിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഒരു ചാനലിന്റെ ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ ക്രിയേറ്റേഴ്സ്, പാട്ടിന്റെ ക്രിയേറ്റേഴ്സ് വന്നിരുന്നിട്ട് അതിന്റെ ആ പാട്ടിന്റെ അനുഭവങ്ങൾ, ആ പാട്ടുണ്ടായപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ, എങ്ങനെയാണ് ആ പാട്ടുണ്ടായത്, എഴുതപ്പെട്ടത് എങ്ങനെയാണ്, അതിൻ്റെ എഴുത്തുകാരനും സംഗീത സംവിധായകനും, അത് അർജുനൻ മാസ്റ്റർ പോലുള്ള സീനിയർ ആയിട്ടുള്ള ആളുകൾ മുതൽ ജോൺസൺ മാസ്റ്റർ എല്ലാവരും ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ. അതിൽ ജോൺസൺ മാസ്റ്റർ എപ്പിസോഡിൽ ഞാൻ പാടാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകൾ, ഹിറ്റായ പാട്ടുകൾ പാടി. ആ എപ്പിസോഡിൻ്റെ അവസാനം ഒരു പാട്ട് ആ ക്രിയേറ്റേഴ്സ് പുതിയതായിട്ടുണ്ടാക്കും. ഒരു പാട്ട് പുതിയതായിട്ടുണ്ടാക്കിയിട്ട് അത് നമ്മളെ കൊണ്ട് പാടിക്കും. ഈ ഒന്ന് കമൽ സാറിന്റെ ഒരു പടത്തിലോ മറ്റാണ് ആദ്യമായിട്ട് ഈ കമ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് റെക്കോർഡ് ചെയ്ത കുറച്ച് കഷ്ണങ്ങള് ഓഡിയോ കാസറ്റിൽ പാട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് വരും. അത് പാവം രാജകുമാരനോ മറ്റേ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നീട് ഒരുപാട് കാസറ്റിൽ പ്രിയൻ സാറിന്റെയും ഇളയരാജ സാറ് പാട്ട് പാടുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ വന്നത് അതിനകത്താണ് ഈ ജോൺസൺ മാസ്റ്ററുടെ ശബ്ദം ആദ്യം നമ്മൾ അല്ലാതെ കേൾക്കുന്നത്. കാരണം അതിനു മുമ്പ് നമുക്കൊരു മ്യൂസിക് ഡയറക്ടറുടെ ശബ്ദം കേൾക്കാനുള്ള ഇപ്പം മീഡിയാസ് ഉള്ളതുകൊണ്ട് കാണുകയും കേൾക്കുക. എന്റെയൊക്കെ ചെറുപ്പത്തിൽ വേറെ ഒരു വഴി, ഈ കാസറ്റിൽ കേൾക്കുന്നതാണ് ഇയാളാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞൊരു റഹ്മാൻ സാർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു പടത്തിൽ പാടിയിട്ടുണ്ട്. കൺകളാൽ കൈത് എന്ന് പറയുന്ന ഒരു പടത്തില് പാടിയിട്ടുണ്ട് ജോൺസൺ. ജോൺസൺ ഗാനമേളയ്ക്ക് പെണ്ണുങ്ങളുടെ ശബ്ദത്തിൽ പാടുമായിരുന്നു തൃശ്ശൂര്. ഓ പണ്ട് പാടിയുണ്ട്. അത് എഴുതപ്പെട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അന്ന് ജോൺസൺ പറയുന്ന സംഭവിച്ചാൽ ഈ ക്രിസ്മസ് കരോളിന്റെ കൂടെ കരോളിനൊക്കെ പോകുമ്പോ പാടിയുണ്ട്. അന്ന് ജോൺസൺ അപ്പം വെച്ചാൽ ഈ സംഭാവന കിട്ടണം, പാട്ടും കൊണ്ട് വീടുകളിൽ പോകുമ്പോ പൈസ. ഒരു സ്ഥലത്ത് വെച്ചെന്നിട്ടുള്ളൊരു ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോന്ന് ചോടാ. ജോൺസൺ ഇപ്പോൾ ഒരു വീട്ടുടമസ്ഥൻ ഗൃഹനാഥൻ അടിച്ച് ഫിറ്റാണ്, നല്ല തന്നെയാണ്. അപ്പൊ അയാള് പറഞ്ഞു ആ ക്രിസ്മസ് ആയിട്ട് യേശുവിനെ പറ്റി പാടിയാൽ മതി, പാട്ട് യേശുവിനെ. അപ്പൊ ഇവര് പാടുന്നത് മനസ്സിനകത്തൊരു പെണ്ണ് മയിൽപീലി കണ്ണെന്നുള്ള പാട്ടാണ്. ആ പെണ്ണൊക്കെ യേശു ആക്കി. അപ്പൊ ആ പെണ്ണ് ജോൺസൺ എന്ത് ചോദിച്ചാൽ മനസ്സിനകത്ത് മയിൽപീലി യേശു ഇങ്ങനെ പാടി എഴുതപ്പെട്ടിട്ടുണ്ട്. ജോൺസന്റെ പൊന്നൽക്കും പൂക്കാലം ആ പുസ്തകത്തിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് പൈസ പിരിച്ചു. മനസ്സിനകത്തൊരു പെണ്ണ്, മനസ്സിനകത്തൊരു യേശു, യേശു എന്നാ പാടിയിരിക്കുന്നത്.